ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പരിചയമായ ഒരു റെസിപ്പി തന്നെയാണ്. ഇന്ന് റവ ഇഡലിയും അതുപോലെ തന്നെ ഇഡലിയുടെ കൂടെ ഒരു പൊടിച്ചണ്ണിയുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മോസ്റ്റ്ലി രാത്രിയാണ് ഇത് അരച്ച് വെക്കുന്നത്. അരയ്ക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഈ അരി ഉഴുന്നും നന്നായിട്ട് കഴുകി മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് കണ്ടില്ലേ, ഞാൻ ഒരു രണ്ട് തവിക്കുള്ള റവയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അരയ്ക്കാറാവുമ്പോഴത്തേന് നമുക്ക് ഒരു തവിക്ക് പച്ചരിയുടെ ചോറും കൂടെ എടുക്കാം. ഇനി നമുക്ക് അരി ഉഴുന്ന് റവയും കൂടെയുള്ള മിക്സ് ഒരുമിച്ചാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് അല്ല ഞാൻ അരച്ചെടുക്കുന്നത്. അരിയും ഉഴുന്നും റവയും കൂടെ നമ്മൾ കുതിരാൻ വെച്ചു. ആ മിക്സ് ബാച്ച് ടു ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ബാച്ച് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതരച്ച് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇതേപോലെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ആ ചോറ്, ഒരു വാട്ടി ചോറ് അല്ലെങ്കിൽ ഒരു തവി ചോറ് അതും കൂടിയിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്കത് ഇതേപോലെയുള്ള ഒരു മിക്സർ കിട്ടും. അധികം വെള്ളം ആവണ്ട, നമ്മൾ ദോശയല്ലല്ലോ റവ ഇഡ്ഡലി അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ആ ബാറ്റർ ഇരിക്കുന്നത്. ഇത് നോക്കി രാവിലെ തന്നെ നല്ല പെർഫെക്റ്റ് ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി ചെമ്പെടുത്ത് സ്റ്റൗ ഓണാക്കി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി ഓരോ തട്ടിലേക്കും അല്പം എണ്ണ തൂകി അതിലേക്ക് ഇഡ്ഡലിയുടെ ബാറ്റർ കോരി ഒഴിച്ച് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമൽ ഇഡ്ഡലി എങ്ങനെയാണോ ബാക്കി പ്രൊസീജിയറൊക്കെ കുറച്ച് നമ്മൾ അല്പം റവ ചേർക്കുന്നതേ ഉള്ളൂ. ബാക്കി പ്രൊസീജിയറൊക്കെ നമ്മുടെ സാധാ ഇഡ്ഡലി ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇതേ ആവി പറക്കുന്ന ചൂട് ഇഡ്ഡലി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് റവ ഇഡ്ഡലി. കാരണം നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോഴേ കണ്ടില്ലേ നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിന് പൊടിച്ചണ്ണിയും കൂടെ ഉണ്ടാകാൻ കേട്ടോ. വേഗം വായും, നമുക്ക് പൊടിച്ചണ്ണി പെട്ടെന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന്, കുറച്ച് വെള്ള എള്ള്, അരി, കടലപ്പരിപ്പ്, നമ്മുടെ തൊമര, പിന്നെ കുറച്ച് പെപ്പർ, ഇത്രയും ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഇത്ര ഐറ്റങ്ങളാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ ഈ പൊടിയായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കുന്നതിന് പകരം പച്ചയ്ക്കുള്ള തിരിമുളകും അതുപോലെ തന്നെ പച്ചമല്ലിയും ഈ സെപ്പറേറ്റായിട്ട് വറുത്ത് ഈ ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ തുവരപ്പരിപ്പും കടലപ്പരിപ്പും അരിയും കൂടെ ഒരുമിച്ചിട്ട് ഇതേപോലെ വറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ എള്ള് ഞാൻ എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്, വൈറ്റ് എള്ള്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഓവറായിട്ട് പൊടി ഐറ്റമാണ് ഞാൻ ഇട്ടത്, അതുകൊണ്ട് ഓവറായിട്ട് ഇത് കരിഞ്ഞ് പോകാൻ പാടില്ല. അതിനൊരു പാകം അനുസരിച്ച് ഞാൻ വറുത്ത് കോരി മാറ്റി ഇതേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആദ്യം കടലപ്പരിപ്പ്, തൊമരപ്പരിപ്പ്, അരി ഇവയൊക്കെ ഒന്ന് നന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഉഴുന്നും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും ബാക്കി പൊടി ഐറ്റങ്ങളും കൂടെ ആഡ് ചെയ്തത് പിന്നീടാണ്. കായപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ചിരി ഏറെ ചേർക്കാം കേട്ടോ. അതെല്ലാം ആ ഉഴുന്നിൻ്റെയും കായത്തിൻ്റെയും രുചിയാണ് ഇതിന് മേൽപ്പൊടിയായിട്ട് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഞാനതിനകത്ത് കുറച്ചെടുത്ത് ഇതിനെ എണ്ണ ചാലിച്ച് നോക്കൂ എന്ത് പെർഫെക്റ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. സോ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.